നായയുടെ വയറ്റിൽ നിന്ന് കിട്ടിയ കുട്ടി. ഞാൻ മെഡിക്കൽ കോളേജിൽ ഓതുമായിരുന്നു. അങ്ങനെ എനിക്ക് കല്യാണം കഴിക്കുന്ന വയസ്സുമായിരുന്നു. അച്ഛനും അമ്മയും കല്യാണം കഴിക്കാൻ വേണ്ടി കൂടുതൽ പ്രഷർ ഇടുന്നുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ 2 വർഷം തൊട്ട് ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം എനിക്ക് മാരേജ് ഫിക്സ് ആയിരുന്നു. എനിക്ക് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ചെറുക്കൻ്റെ കൂടെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കി. ഇപ്പോൾ അവരുടെ ഇഷ്ടം പോലെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നു. ഞാൻ ഫോണിൽ ബിസിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ കോൾ ചെയ്തിരുന്നു. ഇവിടെ ഒരു എമർജൻസി കേസുണ്ട്. രാത്രി ഒരാളുടെ ഡെലിവറി ആയിരിക്കുന്നു. നിങ്ങളുടെ നൈറ്റ് ഡ്യൂട്ടി ഇല്ലാത്ത കാരണം ഇവിടെ ഒരു പ്രോബ്ലം ആയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ കേട്ടു, എന്ത് പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, രാത്രി ഒരു സ്ത്രീ ഡെലിവറിക്ക് വന്നിരുന്നു. പരീക്ഷ ചെയ്തപ്പോൾ കുട്ടി വളരെ പ്രോബ്ലമിൽ ഉള്ളതുപോലെ കണ്ടു. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടി ഭൂമിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഡെലിവറി ചെയ്തു. ആ ക്ഷണം ആ കുട്ടി മായമായി പോയി. എവിടെ പോയി എന്ന് ആർക്കും അറിഞ്ഞില്ല. ചില ജനങ്ങൾ പറഞ്ഞത് പ്രകാരം അത് ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ കുട്ടിയല്ല, മറിച്ച് അക്രമത്തിൽ വേറെ പുരുഷന് ജനിച്ചതാണ്. ആ കാരണത്താൽ ആ കുഞ്ഞ് ഈ ലോകത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനാണ് ദൈവം അവളെ ഗർഭത്തിൽ നിന്ന് മായം ചെയ്ത് ഏതോ ജീവിയുടെ ഗർഭത്തിൽ ഇട്ടിട്ടുണ്ടാകും. ഇതറിഞ്ഞ ആ സ്ത്രീ ഭ്രാന്തിതളായി. അവളുടെ വീട്ടുകാർ അവളെ അവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി. ഞാൻ കേട്ടു, ഇത് എങ്ങനെ സാധിക്കും? അപ്പോൾ അവൾ പറഞ്ഞു, നമുക്കും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാൽ കുട്ടി കാണാതായതിന് ശേഷമുള്ള ഏതൊരു CCTV ദൃശ്യവും പിടിക്കപ്പെട്ടിട്ടില്ല. കുട്ടിയെ പുറത്തു കൊണ്ടുപോകുന്ന ഏതൊരു ദൃശ്യവും കാണുന്നില്ല. ഈ കുട്ടി എവിടെ പോയി എന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞാൻ അന്തം വിട്ട് പോയി. അവളുടെ കൂടെ അവളുടെ ഉമ്മയുമുണ്ടായിരുന്നു. അവളുടെ അമ്മ പറയുമായിരുന്നു, എൻ്റെ മകളുടെ മേൽ ഏതൊരു മാട്ടമന്ത്രം നടന്നിരിക്കുന്നു. എനിക്ക് ആശ്ചര്യമായി. ഞാൻ വരുന്നുണ്ട്, വന്നിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കാൻ തുടങ്ങി, ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് കുട്ടി എങ്ങനെ കാണാതാവും? ഒരു ഡോക്ടറായി ഇങ്ങനെയുള്ള കഥ പറയുന്നു എന്ന് വെച്ചാൽ ഞാൻ എന്ത് പറയണം? ഡോക്ടറായി ഈ അനാചാരങ്ങളെ എങ്ങനെ വിശ്വസിക്കും? ഞാൻ ആലോചിച്ചു കൊണ്ട് ആശുപത്രിയുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ടായിരിക്കെ ആശുപത്രിയുടെ ഗേറ്റിന് മുന്നിൽ ഒരു വിചിത്രമായ സംഭവം ഞാൻ കണ്ടു. ഒരു സ്ത്രീ നായയെ ട്രോളിയുടെ മുകളിൽ കടത്തിയിരുന്നു. ആശുപത്രിയുടെ ഉള്ളിലേക്ക് പോകാൻ സെക്യൂരിറ്റി ഗാർഡിനോടൊപ്പം ശണ്ട കൂടുമായിരുന്നു. സെക്യൂരിറ്റി പറഞ്ഞു, ഇത് മനുഷ്യരുടെ ആശുപത്രി, ഇവിടെ ജീവികൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആ സ്ത്രീ പിന്നെയും പിന്നെയും ശണ്ട കൂടുമായിരുന്നു, കരയുമായിരുന്നു. ഒരു പ്രാവശ്യം ഉള്ളിലേക്ക് പോകാൻ വിടൂ ഡോക്ടർ, ഒരു വട്ടം നോക്കട്ട്, വിടൂ. ഞാൻ ഇതിനെ നോക്കിക്കൊണ്ടേയിരുന്നു. ഞാൻ ഡ്രൈവറിനോട് നേരെ മുന്നോട്ട് പോവാൻ പറഞ്ഞു. പിന്നീട് ബാക്കോട്ട് വരാൻ പറഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ചോദിച്ചു, എന്താണ് പ്രോബ്ലം? എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നത്? അപ്പോൾ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഡോക്ടറല്ലയോ? ഞാൻ കോട്ട് ധരിച്ചിരുന്നു. അതെ, ഞാൻ ഡോക്ടർ. സ്ത്രീ പറഞ്ഞു, ഡോക്ടർ, ഈ നായയെ നോക്കൂ, ഇതിൻ്റെ വയറ്റിനുള്ളിൽ എന്തോ ഉണ്ട്. ഞാൻ പറഞ്ഞു, നായ ചത്തിരിക്കുന്നു. അതെ, നായ ചത്തിരിക്കുന്നു, എന്നാൽ അതിൻ്റെ വയറ്റിൽ എന്തോ ഉണ്ട് എന്ന് സ്ത്രീ പറഞ്ഞു. നായ കാണാൻ വിചിത്രമായിരിക്കുന്നു, അതിൻ്റെ വയറ് വീർത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇത് മനുഷ്യരുടെ ആശുപത്രി, ജീവികളുടേതല്ല. ഞങ്ങൾക്കും അറിയാം ഇത് മനുഷ്യരുടെ ആശുപത്രിയെന്ന്.
അതിനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് സ്ത്രീ പറഞ്ഞു. എന്തിനെന്ന് വെച്ചാൽ ഈ നായയുടെ വയറ്റിനുള്ളിൽ നിന്ന് കുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ വാക്ക് കേട്ട് ഞാൻ ഷോക്കായി. ഇങ്ങനെ ആവാൻ സാധ്യമില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞു. സാധ്യമുള്ളത് കൊണ്ടല്ലേ ഞാൻ ഇതിനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് സ്ത്രീ പറഞ്ഞു. നായയുടെ മുകളിൽ ഈച്ച നുറഞ്ഞു. അതല്ലാതെ അവിടെ ആൾക്കാരും നുറയാൻ തുടങ്ങി. എല്ലാവരും നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. ചില ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ ചിലർ വീഡിയോ ചെയ്യുമായിരുന്നു. ആദ്യം തന്നെ ലേറ്റാണ്. നിങ്ങൾ ദയവ് ചെയ്ത് വലിയ മനസ്സാക്കി നമ്മൾക്ക് സഹായം ചെയ്യും. ഇനിയും ടൈം വേസ്റ്റ് ചെയ്യരുത് എന്ന് സ്ത്രീ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ നായ ചത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇതൊരു സങ്കല്പം മാത്രം. നിങ്ങൾ പറഞ്ഞ രീതി ഏതും നടന്നിരിക്കില്ല. ഇതെല്ലാം സാധിക്കാത്ത വിഷയം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങളും ആദ്യം ഇങ്ങനെ വിചാരിച്ചിരുന്നു. എന്നാൽ ഞങ്ങളുടെ ചെവി കൊണ്ട് കേട്ടതാ കുട്ടി കരയുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് സഹായം ചെയ്യണമെന്ന് ഒത്തായം ചെയ്തു. ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്യുന്നതിൽ നിന്ന് യാതൊരു പ്രയോജനം ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. മറിച്ച് നമ്മളുടെ ആശുപത്രിക്ക് ചീത്തപ്പേര് വരും എന്ന് ഞാൻ പറഞ്ഞു. ഇത് പൊറജനങ്ങൾക്ക് എന്തെല്ലാം പറയും. വെറുതെ ഞങ്ങളുടെ വായിക്ക് ആഹാരവും അത്ര തന്നെ. അപ്പോൾ സ്ത്രീ പറയുന്നു, ജനങ്ങൾ എന്ത് വിചാരിച്ചാലും നഷ്ടവും കഷ്ടവും ഏതും ഇല്ല. എന്തെന്നാൽ ഈ സംഭവവും സമാജത്തിൻ്റെ ഒരു ഭയാനക രൂപം അത്ര തന്നെ. ഇത് ഇപ്പോൾ നമ്മളുടെ മുന്നിൽ വന്നിരിക്കുന്നു. പിന്നീട് സ്ത്രീ ദൈവത്തിൻ്റെ മേൽ പ്രോമിസ് ചെയ്ത് നമുക്ക് സഹായം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നായയെ നോക്കി, എന്നിട്ട് സ്ത്രീയെ നോക്കി, എന്നിട്ട് ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു. ഉള്ളിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിരിക്കെ എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. ഇൻചാർജ് പറഞ്ഞു, എനിക്ക് ഈ സ്ത്രീ ഭ്രാന്തിതളാണെന്ന് തോന്നുന്നു. എന്നാലും റോഡിലുള്ള ഏതോ ചത്ത നായയെ ആശുപത്രിയിലേക്ക് എടുത്തു കൊണ്ടുവരേണ്ട ആവശ്യം എന്തുണ്ട് ഇവർക്ക്? ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇൻചാർജ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഈ നായയെ ആശുപത്രിയിൽ നിന്ന് പുറത്തയക്കൂ. ദുർവാസനം വരാൻ തുടങ്ങിയാൽ പിന്നീട് കഷ്ടം. അപ്പോൾ ഞങ്ങളുടെ ചെവിയിൽ കുട്ടി കരയുന്ന ശബ്ദം കേട്ടു. ആശുപത്രിയിൽ കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത് സാധാരണമാണ്. എന്നാൽ ഇത് മാത്രം കുറച്ച് വിഭിന്നമായിട്ടുണ്ട്. ഞങ്ങൾ അത് ഏതോ റൂമിന്ന് കരയുന്നതാണെന്ന് വിചാരിച്ചിരുന്നു. രണ്ടാമതും കരച്ചിൽ കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. പെട്ടെന്ന് നായയെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. എല്ലാ ഡോക്ടർ ടീമിനെ വരാൻ പറഞ്ഞു. ആസ്പത്രി ഇൻചാർജും അവിടേക്ക് വന്നിരുന്നു. അവർ എന്തെങ്കിലും വിശേഷമായ കേസുണ്ടായാൽ മാത്രം വരുമായിരുന്നു. അവരും കുട്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. കുട്ടി ഏതോ വസ്തുവിൻ്റെ ഉള്ളിൽ കെണിഞ്ഞ രീതിയിൽ കരയുന്ന ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. സ്ത്രീകളെ പുറത്തേക്കയച്ചു. അവരുടെ രീതി വിചിത്രമായിരുന്നു. കൈകാൽ വിറച്ചിരിക്കുന്നു. അവർ കരയുമായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം നാം നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരു വിശേഷമായ കേസും വിചിത്ര മരണവും കണ്ടു. എല്ലാ വിഷയം അറിയിക്കുന്നത് മുമ്പ് ഞാൻ ആ സ്ത്രീകളെ ഓഫീസിലേക്ക് വിളിച്ചു. ഒരുത്തിയുടെ പേര് മോഹിനി, മറ്റൊരുത്തി കാവേരി. അതിൽ രോഹിണി കൂടുതൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ കരയുമായിരുന്നു. ഞാൻ കേട്ടു, നിങ്ങൾ നായ എവിടെ കിട്ടി? ഞങ്ങൾ 2 പേര് പതിവ് പോലെ കോളേജിലേക്ക് പോവുമായിരുന്നു. ഞങ്ങൾ 2 പേരും ഒരേ ഏരിയയുടെ ആൾക്കാരാണ്. അതുകൊണ്ട് ഒന്നിച്ച് പോവുമായിരുന്നു. നായ ചത്തുവീണ സ്ഥലത്തിൽ ഞങ്ങൾ നടന്നു കൊണ്ടുപോയിരിക്കുമ്പോൾ പെട്ടെന്ന് കുട്ടി കരയുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഞങ്ങൾ ചുറ്റുമുറ്റും നോക്കി, എന്തും കണ്ടില്ല. കുറച്ചു കഴിഞ്ഞ് ഞങ്ങൾ കണ്ട ദൃശ്യം ഞങ്ങളെ തന്നെ അതിശയപ്പെടുത്തി. എനിക്ക് പറയാൻ നാവ് വന്നില്ല. എങ്ങനെ പറയണം ഞാൻ നിങ്ങൾക്ക്? ഈ ദുനിയാവിൽ മനുഷ്യൻ തന്നുടെ സ്വാർത്ഥത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും എന്നതിൽ ഇതൊരു ഉദാഹരണമാണ്. ഞങ്ങൾ തിരിഞ്ഞു നോക്കാതെ നായയെ പിടിച്ചുകൊണ്ട് നേരെ ഇവിടേക്ക് വന്നു.
അപ്പോൾ ഞാൻ കേട്ടു, നിങ്ങൾ വേറെ എന്തെങ്കിലും ഇൻഫോർമേഷൻ ഉണ്ടോ? പറയാൻ കുറേ ഉണ്ട് മാഡം, എന്നാൽ ഞാൻ പറയാൻ പറ്റില്ല. മാറ്റർ കുറേ ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ ആരുണ്ട്, ആരുടെ പണിയാണ് ഇത്, എല്ലാം അറിയും എനിക്ക്. അവളുടെ വിഷയം കേട്ട് കൂടുതൽ ഇൻട്രസ്റ്റായി. ഞാൻ കേട്ടു, ഇതെല്ലാം ആര് ചെയ്തു? എനിക്കൊരു ഏട്ടത്തിയുണ്ട്. അവൾ നമ്മിൽ നിന്ന് അകന്ന് വേറെ സ്ഥലത്ത് താമസിക്കുന്നു. ഞങ്ങളെല്ലാം ഒരേ വീട്ടിലുണ്ടായിരുന്നു. പ്രശ്നമായി ഇപ്പോൾ വീട്ടിൻ്റെ മധ്യം ചുമല് നിർമ്മിച്ചിരിക്കുന്നു. അവൾ ഏട്ടനെ തൻ്റെ കയ്യിലാക്കി നമ്മിൽ നിന്ന് വേർപിരിയുന്നത് പോലെ ചെയ്തു. വീട് ഞങ്ങളെല്ലാവരുടേതായിരുന്നു. അതിൻവേണ്ടി വീടിൻ്റെ നടുക്ക് ചുമൽ കെട്ടിയിരിക്കുന്നു. അതെന്ത് പറ്റി എന്നറിയില്ല. ഏട്ടൻ 2 മാസത്തിന് ശേഷം ഇനിയൊരു കല്യാണവും കഴിച്ചു. 2 ഭാര്യമാരുടെ കൂടെ അവൻ താമസിച്ചിരുന്നു. ഈ കഥ തുടങ്ങിയത് തന്നെ അവരുടെ വീട്ടിൽ നിന്ന്. ആ 3 പേര് കൂടി ചെയ്തതാണ് ഈ ചീത്ത കാര്യം. അപ്പോൾ ഞാൻ കേട്ടു, നിങ്ങൾക്ക് ഉറപ്പാണോ ഇത് അവർ തന്നെ ചെയ്തതാണെന്ന്? അതെ, ഈ നായയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ഏട്ടത്തി ഗർഭിണിയായിരുന്നു. അവർ ഏതൊരു വിഷയവും നമ്മുടെ കൂടെ ഷെയർ ചെയ്യുമായിരുന്നില്ല. എന്നാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ചുമൽ മാത്രം തടുക്കാനുള്ള കാരണം, അവിടെ സംസാരിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് ശരിയായി കേൾക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വരേണ്ടി വരും. ഞാൻ ഡോക്ടറാണ്. എൻ്റെ ജോലി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ എനിക്ക് ഈ വിഷയം സമ്പൂർണ്ണമായി അറിയണമായിരുന്നു. എന്തെന്നാൽ ഇതൊരു സാധാരണ സംഭവം അല്ല. എനിക്ക് അറിയണം, ഈ ദുനിയാവിൽ ഇങ്ങനെയുള്ള ജനങ്ങളും ഉണ്ടോ എന്ന്. ഞാൻ അവ 2 പേരെയും കാറിലിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ വീട്ടിൻ്റെ അടുത്തേക്ക് പോയി. വീട് കുറേ ദൂരമുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ ട്രാഫിക്കിൽ കെണിഞ്ഞു. ഞാൻ അവളോട് കേട്ടു, നിന്റെ ഏട്ടത്തിമാർ എങ്ങനെയാണ്? അവരെപ്പറ്റി പറയൂ. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഏട്ടത്തിമാർ വല്ലാത്ത സ്വഭാവമുള്ളവരാണ്. ഒന്നാമത്തെ ഏട്ടത്തിയുടെ പേര് കൽപ്പന. അവൾക്ക് നമ്മളിൽ നിന്ന് സെപ്പറേറ്റായി ഇരിക്കണമായിരുന്നു. ഏട്ടൻ ഒഴിച്ചാൽ നമ്മൾക്ക് വേറെ ആരുമില്ല എന്ന് അറിഞ്ഞാൽ പോലും അവനെ നമ്മിൽ നിന്ന് അവൾ അകറ്റി. ഞാൻ രാവിലെ കോളേജിലേക്ക് പോകുന്നു. വൈകുന്നേരം വന്ന് ട്യൂഷൻ കൊടുക്കുന്നു. എൻ്റെ അമ്മ വീട് പോയി ഡ്രസ്സ് അലക്കുന്ന ജോലി ചെയ്യുന്നു. ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ കേട്ടു, നിങ്ങളുടെ ഏട്ടൻ നിങ്ങളെ സഹായിക്കില്ലേ? അതിന് അവൾ പറഞ്ഞു, എപ്പോഴെങ്കിലുമൊരിക്കൽ കുറച്ച് പണം തരും. അതും ഏട്ടത്തിയുടെ കണ്ണ് തെറ്റിച്ച്. അത് എവിടേക്ക് മതിയാകും? ഏട്ടത്തി നമ്മളുടെ മുമ്പിൽ ഒന്നും എതിര് സംസാരിക്കില്ല. എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഒരു പ്രാവശ്യം പോലും വലിയ ശബ്ദത്തിൽ സംസാരിച്ചവളല്ല. ഏട്ടൻ്റെ ചെവിയിൽ ഊതുമായിരുന്നു. വെറുതെ ബേജാറായി വേറെ വീട് ആക്കണമെന്ന് ഏട്ടനെ ഇമോഷണൽ ബ്ലാക്ക് ചെയ്തു. അവസാനം ഏട്ടത്തിയുടെ വാക്ക് കേട്ട് വീടിനെ 2 ഭാഗം ചെയ്ത് താമസിക്കുമായിരുന്നു. പിന്നീട് ഏട്ടൻ ഇനിയൊരു കല്യാണം കഴിച്ചു. ഈ വിഷയം അറിഞ്ഞ ആദ്യ ഏട്ടത്തി വളരെ ബേജാറായി. രാത്രിയെല്ലാം കരയുന്ന ശബ്ദം കേൾക്കുമായിരുന്നു. ഞാൻ കേട്ടു, നിന്റെ 2ാമത്തെ ഏട്ടത്തി എങ്ങനെ? അതിനവൾ പറഞ്ഞു, എൻ്റെ 2ാമത്തെ ഏട്ടത്തി വളരെ മോശമായവളാണ്. അവൾ എൻ്റെ ആദ്യ ഏട്ടത്തിയെ നേരെ ജീവിക്കാൻ വിടുന്നുണ്ടായിരുന്നില്ല. അവൾ എപ്പോഴും എല്ലാവരുടെ കൂടെ ശണ്ട കൂടുമായിരുന്നു. കൽപ്പന ഏട്ടത്തിയോടൊപ്പം ജീവിക്കള രീതിയിൽ ശണ്ട കൂടുമായിരുന്നു. അവളുടെ സൗണ്ട് ഇടിവടാരത്തിൽ കേൾക്കുമായിരുന്നു. അവൾ കൽപ്പന ഏട്ടത്തിയുടെ മേലെ താഴെ തുള്ളിക്കുമായിരുന്നു. ഞങ്ങൾ അതിശയമായി. എന്തെന്നാൽ ഏട്ടൻ ഇവളെ എന്തിന് കല്യാണമായി എന്ന് അപ്പോൾ ഞാൻ കേട്ടു. നിന്റെ ഏട്ടനും കള്ളനെപ്പോലെ തോന്നുന്നു. അതിനവൾ പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. എന്തായാലും അവൻ എൻ്റെ ഏട്ടൻ തന്നെയല്ലേ? എന്നാൽ അവൻ്റെ തലയിൽ എന്ത് ആലോചന ഉണ്ടോ ആർക്കറിയും? അവൻ്റെ ആദ്യ കല്യാണം ലവ് മാരേജായിരുന്നു. 2ാമത് കല്യാണം എന്തിന് കഴിച്ചു എന്ന് അറിയുന്നില്ല. അപ്പോൾ ഞാൻ കേട്ടു, ഇപ്പോൾ ഗർഭിണിയായത് ഏത് ഏട്ടത്തി? അവൾ പറഞ്ഞു, എൻ്റെ ആദ്യ ഏട്ടത്തി കൽപ്പന ഗർഭിണിയാണ്.
എന്നാൽ അമ്മ പറയുമായിരുന്നു, ഇപ്പോഴേ കുട്ടിയെ പ്രസവിക്കാനായിരുന്നു. ഇവിടത്തോളം കുട്ടി കരയുന്ന ശബ്ദം ഞമ്മക്കു കേട്ടിട്ടില്ല. എൻ്റെ ഉമ്മാക്ക് കുട്ടികളെന്നാൽ വളരെ ഇഷ്ടം. കുട്ടിയെ ലാളിക്കാൻ അവർ ആഗ്രഹിക്കുമായിരുന്നു. എന്നാൽ ഏട്ടത്തി ആദ്യമേ പറഞ്ഞു, എൻ്റെ കുട്ടിക്കും നിങ്ങൾക്കും യാതൊരു ബന്ധമില്ല എന്ന്. അമ്മ എപ്പോഴും ഇതിനെത്തന്നെ ചിന്തിക്കുമായിരുന്നു. എന്നിട്ട് കരയുമായിരുന്നു. ചിലപ്പോൾ ദേഷ്യത്തോടെ ഏട്ടനും ഏട്ടത്തിക്കും ശപിക്കുമായിരുന്നു. ഞാൻ അപ്പോഴും അവർ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു സമാധാനിക്കുമായിരുന്നു. ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് എത്തി. ഡോർ ബെൽ ചെയ്തപ്പോൾ മോഹിനിയും രണ്ടാം ഏട്ടത്തി സുലോചന ഡോറ് തുറന്നു. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അറിഞ്ഞു അവൾ ശരിയില്ല എന്ന്. ടൈറ്റ് ഫിറ്റ് ഡ്രസ്സിട്ടിരുന്നു. വീട്ടിലിരിക്കുമ്പോൾ തന്നെ ഫുൾ മേക്കപ്പ് ചെയ്തിരുന്നു. അവളെ കാണുമ്പോൾ തന്നെ പുരുഷരെ ആഗ്രഹിക്കാൻ റെഡിയായി നിന്ന പോലെയുണ്ട്. അവളെ എന്തിനാണ് ഇവൻ കല്യാണം കഴിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഏട്ടത്തി മോഹിനിയെ കണ്ടപ്പോൾ കേട്ടു, നീ എന്താ ഇവിടെ? ഇത് ആര് മേഡം? അപ്പോൾ ഞാൻ കേട്ടു, ഞാൻ ഉള്ളിലേക്ക് വന്ന് സംസാരിക്കാമോ എന്ന്. വരൂ, അതിനെന്താ, ഡോറിൽ നിന്ന് സംസാരിക്കാൻ പറ്റുമോ? എന്നാൽ അതിന് മുമ്പ് നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അപ്പോൾ മോഹിനി പറഞ്ഞു, ഇത് ഡോക്ടറാണ്. കൽപ്പന ഏട്ടത്തിയെ ആരോഗ്യം അന്വേഷിക്കാൻ ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ സുലോചന പറഞ്ഞു, കൽപ്പന ഇവിടെ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ ആരോഗ്യം അന്വേഷിക്കുന്നത്? അവൾ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ മോഹിനി കേട്ടു, അവർക്ക് ഡെലിവറി ടൈം ആയില്ലയോ? ഡെലിവറി കഴിഞ്ഞോ? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്കറിയില്ല ഡെലിവറി കഴിഞ്ഞോ ഇല്ലയോ എന്ന്. ഡെലിവറി ടൈം ആയത് സത്യം. എന്നാൽ എനിക്കറിഞ്ഞ പ്രകാരം അവൾക്ക് ഡെലിവറി കഴിഞ്ഞിരിക്കുന്നു. കുട്ടി ജീവിച്ചിട്ടില്ല. കൽപ്പന ഭ്രാന്തിയായിരുന്നു. അതിനുവേണ്ടിയാണ് നിന്റെ ഏട്ടൻ അവളെ വീട്ടിലേക്ക് അയച്ചത്. അവൾ ഇനി വരില്ല. അവൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നു. അത്രമാത്രം ഭ്രാന്തിതളാണ്. അവളെങ്ങാനും ചത്തുപോയാൽ അതിൻ്റെ ആരോപം നമ്മുടെ മേൽ വരുമായിരുന്നു. അതിന് ഏട്ടൻ അവളെ അയച്ചത്. പോയത് നന്നായി. അപ്പോൾ ഞാൻ മോഹിനിയോട് ചോദിച്ചു, കുട്ടി എവിടെയെന്ന്. ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ദഫൻ ചെയ്തിട്ടുണ്ടോ? സുലോചന പറഞ്ഞു, ദഫൻ ഗിഫനൊന്നും ചെയ്തിട്ടില്ല. ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പേ കുട്ടി പോയിരിക്കുന്നു എന്ന്. അവളുടെ വാക്ക് കേട്ട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ മോഹിനിയോട് പറഞ്ഞു, മോഹിനി നടക്ക്, ഞങ്ങൾ നിന്റെ വലിയ ഏട്ടത്തിയുടെ വീട്ടിൽ പോവാം. അതിന് മുമ്പ് എനിക്ക് വലിയ ജോലിയുണ്ട് എന്ന് പറഞ്ഞ് പുറത്ത് വന്ന് കസാലയിൽ ഇരുന്നു. എനിക്ക് ദേഷ്യം വന്നിരുന്നു. ഞാൻ എൻ്റെ അടുത്ത് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. നേരായ സാക്ഷി ഉണ്ടായിരുന്നു. എനിക്ക് ആ സ്ത്രീ എന്ത് ചെയ്യണമെന്ന് നേരെ അറിയാമായിരുന്നു. സുലോചന മോഹിനിയോട് ചോദിച്ചു, നീ ആരെയാണ് വിളിച്ചു കൊണ്ടുവന്നത്? പരിചയമില്ലാത്ത ആളാണ് വന്ന് വലിയ അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ എനിക്ക് അവളെ എന്ത് ചെയ്യണമെന്ന് അറിയാമായിരുന്നു. അവൾ അവളുടെ ഭർത്താവിനെ ഫോൺ ചെയ്തു. എന്നാൽ അവൻ ഏതോ ജോലിയിൽ ബിസിയായിരിക്കുന്നു എന്ന് തോന്നുന്നു. അവൻ പറഞ്ഞത് ഞങ്ങളും കേട്ടു. ഞാൻ ബിസിയാണ്, 1 മണിക്ക് ശേഷം വരാം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് 112 ഡയൽ ചെയ്ത് പോലീസിനെ വിളിച്ചു. ഈ വിഷയം അവൾക്ക് കേട്ടപ്പോൾ അവൾ അന്തം വിട്ടു നിന്നു. എന്തെല്ലാം സംസാരിക്കാൻ തുടങ്ങി അവൾ. എനിക്ക് ഇവിടെന്ന് പോകണമെന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് എവിടെയാണ് പോകേണ്ടത്? ആയിട്ടില്ല, ഇപ്പോൾ പോലീസ് വരും. അവർ നിന്നെ വിളിച്ചോണ്ട് പോകും. അങ്ങനെ പോലീസ് വന്നു. ഞാൻ എൻ്റെ ഏട്ടനെ അവിടേക്ക് വരാൻ പറഞ്ഞു. ഏട്ടൻ വന്നു. പോലീസിനോട് ഞാൻ പറഞ്ഞു, ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുക. അവൾ ഒരു കുട്ടിയെ കട്ടത് മാത്രമല്ല, ആ കുട്ടിയുടെ മേൽ ചെയ്യാത്ത കൃത്യം ചെയ്തിരിക്കുന്നു. കളിച്ചിരിക്കുന്നു. വലിയ അപരാധം ചെയ്തിരിക്കുന്നു. പോലീസിൻ്റെ കൂടെ ലേഡി കോൺസ്റ്റേബിളും വന്നിട്ടുണ്ട്. അവൾ സുലോചനയെ പിടിക്കുന്നു.
അവൾ എന്നെ വിടൂ, ഞാനെന്തും ചെയ്തില്ല എന്ന് പറഞ്ഞ് കരയുന്നു. എൻ്റെ നേർക്കെ നിങ്ങളുടെ അടുത്ത് എന്ത് സാക്ഷിയുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, സാക്ഷിയുണ്ട്. നീ ഇവിടെ ഇരുന്നാണോ ഈ ജോലി ചെയ്തത്? അവിടെ ഒരു കമ്പമുണ്ട്, അതിൽ CCTV വെച്ചിട്ടുണ്ട്. അത് എതിർക്കുള്ള ഹോട്ടലിൻ്റെ ആള് അത് ഇടിച്ചതാണ്. എന്തെന്നാൽ അവിടെ ഹോട്ടലിലേക്കുള്ള റോഡാണ് അവിടെ ഉള്ളത്. ആ CCTVയിൽ നിന്നുള്ള ഭയങ്കരമായ കളി റെക്കോർഡായിരിക്കുന്നു. നീ എങ്ങനെയാണ് ആ പാവത്തിൻ്റെ മേൽ ഇങ്ങനെ ചെയ്തത്? സുലോചന തൻ്റെ തെറ്റ് സമ്മതിച്ചു. അപ്പോൾ അവളുടെ ഹസ്ബൻഡും അവിടേക്ക് വന്നിരുന്നു. അതെ, ഇതെല്ലാം ഞാനാണ് ചെയ്തത്. കൽപ്പന കുട്ടിക്ക് ജന്മം കൊടുക്കുന്നവളായിരുന്നു. ഡോക്ടർ പറഞ്ഞു അവൾക്ക് ആൺകുട്ടിയാവുമെന്ന്. കുട്ടിക്ക് വളർച്ചയില്ല, എന്നാൽ ആരോഗ്യമായി ഡെലിവറി ആവും. കുട്ടി വളർച്ച ആവാത്തത് ഞാൻ എല്ലാ ദിവസവും അവളോട് ശണ്ട കൂടുമായിരുന്നു. അപ്പോൾ അവൾ ഫുൾ ഡേ ഇരുന്ന് കരയുമായിരുന്നു. എൻ്റെ ഭർത്താവ് എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് കടം വാങ്ങിയിരുന്നു. അത് കൊടുക്കാൻ പറ്റാത്ത കാരണം വീട് അവരുടെ പേരിൽ എഴുതാൻ പറഞ്ഞു. എനിക്ക് ഇവരെ മുമ്പേ ഇഷ്ടമായിരുന്നു. അതിനുവേണ്ടി അവർക്ക് ഞാനൊരു ഓഫർ കൊടുത്തു. എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയാൽ ഞാൻ നിങ്ങളുടെ എല്ലാ കടങ്ങളും വീട്ടാം. എനിക്ക് ആദ്യമേ ഒരു കല്യാണം കഴിഞ്ഞിരുന്നു. എനിക്ക് കുട്ടി ആയില്ല എന്ന് അവർ എന്നെ വിട്ടുപോയി. എനിക്ക് വയസ്സും കൂടി. അതിനുവേണ്ടി ഞാനൊരു യുവാവിനെ കല്യാണം കഴിക്കാൻ കൊതിക്കുമായിരുന്നു. എനിക്ക് ഇവരെ ഇഷ്ടമായ കാരണം എൻ്റെ കല്യാണം ഇവൻ്റെ കൂടെ ചെയ്തു തരൂ, അവർ ചെയ്ത കടം ഫ്രീ ആയി വിടൂ. ആ കാരണത്താലാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് കൂടിയത്. ഈ സൈഡ് ശബ്ദം കേട്ടു മോഹിനിയുടെ അമ്മയും വന്നു. അവർ പറഞ്ഞു, സുലോചന, നീ എൻ്റെ മകനെ ഉപയോഗിച്ചു. നീ ചെയ്തത് ശരിയല്ല. അതിന് സുലോചന പറഞ്ഞു, ആവശ്യമില്ലെങ്കിൽ എന്തിനാണ് പൈസ വാങ്ങിയത്? നിങ്ങളുടെ മോൻക്ക് ബുദ്ധിയുണ്ടായിരുന്നില്ലേ? ഞാൻ മോഹിനിയുടെ ഏട്ടൻ്റെ മുഖം നോക്കി. പാവമെന്ന് തോന്നുന്നു. മുഖം നോക്കുമ്പോൾ തന്നെ തോന്നുന്നു അവനൊന്നും അറിയാത്തവനാണെന്ന്. സുലോചന പറഞ്ഞു, കൽപ്പന എൻ്റെ മേൽ അധികരിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ വീട്ടിലേക്ക് ഒരു വംശോദ്ധാരകനെ കൊടുക്കുന്നു. എനിക്കൊരു മകനായ ശേഷം ഭർത്താവ് എൻ്റെ അടുത്തേക്ക് തന്നെ വരും. നീ ഒരു പ്രഗ്നൻ്റ് ആവാത്ത സ്ത്രീയാണ് എന്ന് പറഞ്ഞു എന്നെ അവമാനിക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ആദ്യം കല്യാണം കഴിഞ്ഞു, കുട്ടികളായിട്ടില്ല, ഇതിലും ആയില്ല. അപ്പോൾ നിന്നിലല്ലേ കുറവ്? ഞാൻ ഇപ്പോൾ കുട്ടിക്ക് ജന്മം കൊടുക്കുന്നു, പിന്നീട് രണ്ടാമത്തെ കുട്ടി, പിന്നീട് മൂന്നാമത്തെ കുട്ടി. പിന്നെ എന്തിനാ അവൻ കുട്ടി ഭാര്യയെ വിട്ട് നിന്റെ അടുത്തേക്ക് വരുന്നത്? ഇതെല്ലാം കേട്ട് എനിക്ക് മനസ്സിലൊരു പേടി തുടങ്ങി. കൽപ്പന പ്രസവിക്കാൻ പോയപ്പോൾ ആ കുട്ടിയെ തീർക്കണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. ഡെലിവറി കഴിഞ്ഞപാട് ഞാൻ കുട്ടിയെ കണ്ടു. കുട്ടി വളരെ ചെറുതായിരുന്നു, 1.5 കിലോ ഉണ്ടായിരുന്നു. കുട്ടിയെ കൊണ്ടുവന്ന് നായയുടെ വയറ് കീറി അതിൻ്റെ ഉള്ളിലിട്ടു തുന്നിട്ടു. പിന്നെ ഇടീ നാട്ടിൽ കളവ് വാർത്ത പ്രചരിപ്പിച്ചു. ദൈവം കൊടുത്ത ശാപത്താൽ കുട്ടി ഏതോ ജീവിയുടെ വയറ്റിൽ കൂടിയിരിക്കുന്നു എന്ന് കഥകെട്ടി പറഞ്ഞു. എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിയെ എങ്ങനെ കണ്ടു എന്ന് കേട്ടപ്പോൾ അവിടെ ചില ജോലിക്കാർ ഇവളുടെ കൂടെ കൂടിയിരിക്കുന്നു. സുലോചനയുടെ ഉപ്പാൻ്റെ അടുത്ത് കുറേ പണമുള്ള കാരണം ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം കേട്ട അവളുടെ ഭർത്താവ് നെട്ടി. സുലോചനയെ പോലീസ് കൊണ്ടുപോയി. മോഹിനിയുടെ ഏട്ടൻ മോഹിനിയെയും അവളുടെ അമ്മയെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഞങ്ങൾ കൽപ്പനയുടെ വീട്ടിലേക്ക് പോയി. അവിടെ കൽപ്പനയുടെ അമ്മ വാതിൽ തുറന്ന് കേട്ടു. വേണ്ട വേണ്ട, നിങ്ങൾ വരുന്നത് വേണ്ട എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ പോയി. കൽപ്പന അവിടെ കിടന്നിരുന്നു. ഞാൻ അടുത്തുപോയി അവളെ ടെസ്റ്റ് ചെയ്തു. അവൾക്ക് പനിയായിരുന്നു. ഇന്നലെയാണ് പ്രസവിച്ചത്. ഈ വിഷയത്താൽ കൂടുതൽ ബേജാറായിരുന്നു. അവൾ അവളോട് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മോശപ്പെട്ടവളാണ്, ഭ്രാന്തിയെപ്പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ സ്ഥിതി കണ്ട് അവളുടെ ഭർത്താവ് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്നു. കൽപ്പനക്ക് അവളുടെ റൂമിലേക്ക് ആരെല്ലാം വന്നിട്ടുണ്ട് എന്ന് പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനൊരു അതിശയം കണ്ടു. അതാണ് അവളുടെ അമ്മായി.
മുന്നിൽ വന്ന് കൽപ്പനയെ പിടിച്ചു മുത്തമിട്ടു. എന്നെ ക്ഷമിക്കൂ എന്ന് കൽപ്പനയും കരയാൻ തുടങ്ങി. അപ്പോൾ ആ നഴ്സിനെ ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ കൽപ്പനയുടെ എല്ലാ രോഗവും മാറി. നഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കുട്ടിയെ എടുത്തു ലാളിക്കുന്നു. കൽപ്പനയുടെ കുട്ടി സുരക്ഷിതമായിരിക്കുന്നു. കുട്ടിയെ പ്രസവിച്ച ഉടനെ യാതൊരു മരുന്നോ യാതൊരു ട്രീറ്റ്മെൻറ്റും കൊടുത്തിരുന്നില്ല. നേരെ കുട്ടിയെ കട്ടുകൊണ്ടുപോയി നായയുടെ വയറ് കീറി അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് തുന്നിട്ടിരുന്നു. ഇതെല്ലാം ആയി 12-14 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ട് ആ ചത്ത നായയെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ആ കുഞ്ഞിനെ രക്ഷിച്ചു. കുട്ടിക്ക് ചെറിയ മുറി ഉണ്ടായിട്ടും കുട്ടി ജീവിച്ചിട്ടുണ്ട്. വേണ്ട ചികിത്സ കൊടുത്തു. ICUവിൽ ഇട്ടിരുന്നു. കുട്ടിയുടെ വളർച്ചക്കുറവ് ഉണ്ടായ കാരണം കുട്ടിയും ചെറുതായിരുന്നു. കൽപ്പന കുട്ടിയെ തോളിലിട്ട് കരയുമായിരുന്നു. അവളുടെ അമ്മായി, ഉമ്മ എല്ലാവരും കണ്ണീരിട്ടു. ഞങ്ങൾക്ക് കുട്ടിയും അമ്മയെയും ഒന്നിച്ച സന്തോഷം. നമുക്ക് അവർ താങ്ക്സ് പറഞ്ഞു. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു വന്നു. സുലോചനക്ക് ഡൈവോഴ്സ് കൊടുത്തു. ഇപ്പോൾ വീട്ടിൻ്റെ നടുവിൽ കെട്ടിയ മതിലെടുത്തു എല്ലാവരും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിച്ചു. ഒരു കുട്ടി ആ കുടുംബത്തിൻ്റെ എല്ലാവരുടെ ജീവിത ശൈലിയെ മാറ്റിമറിച്ചു.